കാവേരി നദീജല പ്രശ്നത്തിൽ കർണാടകത്തിൽ വ്യാപക ആക്രമണം തുടരുന്നു. പോലീസ് വെടിവയ്പിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട്ടുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള 36 ബസ്സുകൾ തീവച്ച് നശിപ്പിച്ചു. ബംഗളൂരു നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ സോമി നൽകും. ഒപ്പം തന്നെ കൂടുതൽ കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട്. സോമി, കാവേരി നദിയിൽ നിന്ന് ജലം നൽകാനുള്ള സുപ്രീം കോടതി വിധിയെ തുടർന്ന് കർണാടകത്തിൽ പ്രതിഷേധം കത്തുകയാണ്. വലിയ വ്യാപകമായ തോതിലുള്ള ആക്രമണമാണ് കർണാടകത്തിലെ വിവിധ നഗരങ്ങൾ, പ്രത്യേകിച്ചും ബംഗളൂരു കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കർണാടകം ശാന്തമായിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കാവേരി നദീജല പ്രശ്നത്തിൽ പ്രക്ഷുബ്ധമായ ബംഗളൂരുവിൽ നിന്ന് അധികം അക്രമ സംഭവങ്ങളൊന്നും ഇന്ന് രാവിലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തികച്ചും ശാന്തതയിലേക്ക് തന്നെ വരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. എങ്കിൽ പോലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഓണക്കാലമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ കേരളത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ IT ഹബ്ബ് എന്ന് അറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശങ്ങളിൽ ഒക്കെ നൽകുന്നുണ്ട്. ഒപ്പം വലിയ തരത്തിലുള്ള സുരക്ഷയും ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതിനുള്ള വലിയ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ട്രെയിൻ സർവീസ് കർണാടകയുടെയും കേരളത്തിന്റെയും അഭ്യർത്ഥന മാനിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട്. രാവിലെ 11:15 തന്നെ ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെടും. ഈ ട്രെയിന് കണ്ടോൺമെന്റ്, KR പുരം, കർമ്മലാരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാവും. ജനറൽ കോച്ചുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി 12 മണിയോട് കൂടി തന്നെ 3 KSRTC ബസ്സുകളുടെ സർവീസുകൾ ഏതാണ്ട് പുനരാരംഭിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 5 KSRTC ബസ്സുകൾ ഇന്നലെ രാത്രിയോടെ അവിടെ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ബസ്സുകൾ കാസർഗോഡ് എത്തും. അവിടെ നിന്ന് തുടർ യാത്രയ്ക്കുള്ള സൗകര്യവും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ട്രെയിൻ സർവീസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ 11:15 ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടുന്നു. ഒപ്പം തന്നെ വൈകിട്ട് 7 മണിയോടുകൂടി യശ്വന്ത്പുരത്തിൽ നിന്ന് ഒരു ട്രെയിനും പുറപ്പെടുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഷൊർണൂർ വഴി കടന്നു പോകുമ്പോൾ ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ സർവീസും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ ബസ്സുകളുടെയും ഒക്കെ യാത്ര ഒരുക്കിയിട്ടുള്ളത്. പോലീസ് അകമ്പടിയും ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാംഗ്ലൂര് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ശാന്തമാകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് പുലർച്ചെ തൊട്ട് യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ ബംഗളൂരുവിൽ വെടിവെപ്പിനിടയിൽ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അക്രമം വ്യാപിച്ചതിനെ തുടർന്ന് ബംഗളൂരിലെ 7 സ്റ്റേഷൻ പരിധികളിലാണ് ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇരു സംസ്ഥാനങ്ങളും കാണുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ജനങ്ങൾ പൂർണ്ണമായും ക്രമസമാധാനത്തിന് കൂട്ടു നിൽക്കണം, അതിന് അനുവദിക്കുന്ന രീതിയിലായിരിക്കണമെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് രാവിലെ ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇന്നലത്തെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് ആളിക്കത്തുന്നതാണ്. ഈ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി തന്നെ തീർച്ചയായിട്ടും സോമി. അപ്പോൾ തന്നെ ബംഗളൂരുവിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുമായി KSRTC ബസ്സുകൾ ഇന്നലെ രാത്രി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി KSRTC ബസ്സുകൾ കാസർഗോഡ് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ആ വഴിക്കാണ് ഹാസൻ മംഗളൂരു വഴി ആ വഴിക്കാണ് കാസർഗോഡേക്ക് വണ്ടികൾ എത്തുന്നത്. ഒപ്പം തന്നെ ഗതാഗത സെക്രട്ടറി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ബംഗളൂരുവിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം ഈ KSRTCയുടെ മറ്റ് ഓപ്പറേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പകൽ സമയത്ത് സർവീസ് ഉണ്ടാകില്ല എന്നും രാത്രിയിൽ കൂടുതൽ സർവീസുകൾ നടത്താൻ കഴിയുമെന്നും മനസ്സിലാക്കുന്നു സോമി. ഇന്നലെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മൈസൂർ സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് 5 KSRTC ബസ്സുകളാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. ഉച്ചയോടുകൂടി തന്നെ ഇത് കാസർഗോഡ് എത്തും. അവിടെ നിന്ന് പോലീസ് അകമ്പടിയോടെയാണ്, മനു പറഞ്ഞതുപോലെ തന്നെ ഹാസൻ വഴിയാണ് യാത്ര നടക്കുന്നത്. എല്ലാവർക്കും കാസർഗോഡ് നിന്ന് തുടർ യാത്രയ്ക്കുള്ള സൗകര്യവും ഉണ്ടാകും. അതുപോലെ തന്നെ
ഈ സർവീസുകളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഗതാഗത സെക്രട്ടറി ഇന്ന് ബാംഗ്ലൂരുവിൽ എത്തുന്നുണ്ട്. മലയാളികളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കാൻ കർണാടക എമർജൻസി കോർഡിനേറ്ററും കർണാടക സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കി കൂടുതൽ ബസ് സർവീസുകൾ ഇപ്പോൾ നിലവിൽ ശരി സമയം തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് മലയാളികളെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. KSRTC അടക്കമുള്ള സംവിധാനങ്ങൾ വ്യാപകമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ പുറപ്പെട്ട KSRTC ബസ്സുകൾ ഇന്ന് ഉച്ചയോടുകൂടി കാസർഗോഡ് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സന്തോഷ് സർലിംഗ് കൂടി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്ത്യയുടെ IT ഹബ്ബുകളിൽ ഒന്നാണ് ബംഗളൂരു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, വിദേശങ്ങളിൽ നിന്നുള്ളവർ അടക്കം ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ബംഗളൂരു നഗരം. അതുകൊണ്ട് ഒരു സംസ്ഥാന വിഷയം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ ഒരു മൊത്തം വിഷയമായി മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ വരാൻ സാധ്യതയുണ്ടോ ഈ സേനാ വിന്യാസത്തിനപ്പുറത്തേക്ക്? മനു, കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇക്കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളോടും വിശദീകരണം ചോദിച്ചു. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ഇരു മുഖ്യമന്ത്രിമാരുമായി രാത്രി വൈകിയും ഫോണിൽ സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ഇവരതിനെ കാണുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം എന്ന രീതിയിലാണ്. NDA സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം എന്ന രീതിയിലുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് വളരെ പ്രധാനം. കാരണം കുറച്ചുകൂടി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു, അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു പല ഭാഗത്തും. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും ഇരു സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് കാര്യമായി തന്നെ ഇടപെടേണ്ടി വരും. CRPF, CSF തുടങ്ങി അർദ്ധസൈനിക വിഭാഗത്തെ കൂടുതലായി ഭാഗത്ത് വിന്യസിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കരസേനയെ തന്നെ ഇറക്കാൻ തയ്യാറാണ് എന്നൊരു സൂചന കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കർണാടക മുഖ്യമന്ത്രിക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്നുകൂടി കാര്യങ്ങൾ വീക്ഷിക്കും. ഇന്നലെ നടന്നതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരും. പറഞ്ഞതുപോലെ ഇത് ഇരു സംസ്ഥാനങ്ങൾ